ബഹുമാനപ്പെട്ട ധനമന്ത്രി ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി. എന്താണ് ആ സ്റ്റേറ്റ്മെന്റ്? അതായത് എല്ലാ നികുതി സാധ്യതകളും GSTയിലേക്ക് ചേക്കേറിയെന്ന്. അത് അദ്ദേഹം എങ്ങനത്തെ അങ്ങനെ സാധാരണക്കാരെ അല്ലെങ്കിൽ ജനങ്ങളെ, പൗരജനങ്ങളെ, അദ്ദേഹത്തെ വോട്ട് നൽകി കയറ്റിവിട്ട ജനങ്ങളെയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് അവാസ്തവമാണ്. കാരണം ഞാൻ പറയാം, കേരളത്തിലെ തനതു വരുമാനം, അതായത് സംസ്ഥാനത്തിനകത്ത് നിന്ന് പിരിച്ചെടുക്കുന്ന വരുമാനത്തിന്റെ 20 മുതൽ 25% വരെ വരുന്നത് ഇന്ധനത്തിൽ നിന്നാണ്. അതായത് പെട്രോൾ, ഡീസൽ, ഈ ഇന്ധനത്തിൽ നിന്നാണ്. അത് കഴിഞ്ഞാൽ 25 മുതൽ 35 അല്ലെങ്കിൽ 30 വരെ എന്ന് വെച്ചോളൂ വരുമാനം വരുന്നത് മദ്യത്തിൽ നിന്നാണ്. ഇത് രണ്ട് സംസ്ഥാന സർക്കാരല്ലേ പിരിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ലാൻഡ് റവന്യൂ, ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട വീടുകരം തൊട്ട് ഉള്ള എല്ലാ തരം കരങ്ങളുമാണ്. അതും സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ തന്നെയാണ് ഇപ്പോഴും. അത് GSTയിൽ ചേക്കേറിയിട്ടില്ല. ഇനി നാലാമതൊരു ഐറ്റം ഇലക്ട്രിസിറ്റി ചാർജ്. ഇലക്ട്രിസിറ്റി ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇലക്ട്രിസിറ്റി ടാക്സ് എന്നും പറഞ്ഞ് നടുവിൽ, ആ റെസീറ്റിന്റെ നടുവിൽ ഒരു ഇതുണ്ട്. അത് നോക്കിയാൽ അറിയാം. ഇലക്ട്രിസിറ്റി ഡ്യൂട്ടിയും GST പോയിട്ടില്ല. കേരള ഗവൺമെന്റിന്റെ എല്ലാം ഈ പറയപ്പെട്ട 4 ഐറ്റവും എല്ലാം സംസ്ഥാന ഗവൺമെന്റുകളുടെ കൈകളിലാണ്. എന്ന് വെച്ചാൽ ഒരു 50-55% നികുതി സാധ്യതകളെല്ലാം ഇപ്പോഴും സംസ്ഥാന സർക്കാരുകളുടെ കയ്യിലാണ്. അതിന് ഒരു വളരെ എക്സാമ്പിൾ ഇവിടെ ഇരിപ്പുണ്ട്. ആ പുസ്തകം പാർത്ഥസാരഥി ഷോമിന്റെ ടാക്സേഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്ന പുസ്തകത്തിലെ 171 പേജിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇഫ് പെട്രോളിയം ഈസ് ഔട്ട് ഇറ്റ് ഈസ് നോട്ട് GST എന്ന്. കാരണം പെട്രോളിയം പ്രോഡക്ട്സ് GSTയിൽ അത്യാവശ്യമായിട്ട് വന്നിരിക്കണം. ആ പെട്രോളിയം പ്രോഡക്ട്സിന്റെ നികുതി താഴ്ന്നിരിക്കണം. അതാണ് അദ്ദേഹം വലിയ ഇന്റർനാഷണൽ ടാക്സ് എക്സ്പേർട്ടാണ്. അദ്ദേഹത്തിന്റെ തീരുമാനം, അങ്ങനെയാണ് അഭിപ്രായപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? പെട്രോളിയത്തിന്റെ വില വർദ്ധിച്ചാൽ അത് സമസ്ത ഉൽപ്പന്നങ്ങളുടെയും വില വർധനവിലേക്ക്, വലിയ വിലക്കയറ്റത്തിലേക്ക്, അതാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്നത്. യുക്രൈൻ വാർ തുടങ്ങിയ സമയത്ത് ഈ ഉപരോധം വന്നു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഒക്കെ വില, പിന്നെ ഉണ്ടായ ചാഞ്ചാട്ടം നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പം അതുകൊണ്ടാണ് പക്ഷെ പെട്രോളിയം GST കയറാൻ സംസ്ഥാന ഗവൺമെന്റുകൾ സമ്മതിക്കില്ല. എന്ത് കാരണം? അവർക്കൊക്കെ അത് വരുമാനം കിട്ടുന്ന ഒരു കൊയ്ത്ത് മേഖലയാണ്. അത് കഴിഞ്ഞ് അതിനേക്കാൾ പ്രധാനമായിട്ട് കൊയ്ത്ത് മേഖലയാണ് മദ്യം. കേരളത്തിന്റെ വരുമാനത്തിന്റെ 25 മുതൽ 30% വരെ എങ്കിലും കിട്ടുന്നത് മദ്യവിൽപ്പനയിൽ നിന്നാണ്. അപ്പൊ ഇങ്ങനെയുള്ള സാധ്യതകൾ 50-55% നികുതി ഇപ്പോഴും സംസ്ഥാനത്തിന്റെ കയ്യിലാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ബജറ്റിലും നല്ലവണ്ണം നികുതി വർധനവ്, അടച്ചിട്ടിരിക്കുന്ന വീടുകൾക്ക് പോലും നികുതി കൊണ്ടുവന്നു. ഈ വർഷവും ഇതുപോലെയുള്ള നികുതി രീതികൾ കൊണ്ടുവന്നിരിക്കുന്നു. അങ്ങനെ ഒക്കെ തീർച്ചയായിട്ടും നല്ല ഒരു ഹൈപ്പ്, അതായത് നികുതി വർധനവ് വഴിയായിട്ട് വരുമാന വർധനവിനും കളമൊരുക്കിയിട്ടുണ്ട്. അത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ ഒക്കില്ല. പക്ഷേ അമിതമായി പോയാൽ അത് ആരിൽ വീഴുന്നു നികുതിയുടെ ഭാരം എന്നുള്ളതിനെയും ആശ്രയിച്ചിരിക്കും. പക്ഷെ ഇപ്പോൾ ഈ പറയപ്പെട്ട നികുതികളുടെ ഒക്കെ ഭാരം ഭാഗികമായിട്ടെങ്കിലും സാധാരണക്കാരിൽ വീഴും. ഭൂനികുതി, അതായത് ന്യായവിലയെ ആശ്രയിച്ചാണ്. കഴിഞ്ഞ പ്രാവശ്യം ന്യായവില വർദ്ധിപ്പിച്ചത് വലിയ തോതിലുള്ള വർധനവായിരുന്നു. അപ്പൊ അങ്ങനെ വലിയ തോതിൽ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാല് ഗ്രാമങ്ങളിലൊക്കെയുള്ള ഭൂമി കൈവശമുള്ളവർക്ക് അത് വലിയൊരു അടിയായിട്ട് വന്നേക്കാം. ഇപ്പോ ഇത് പക്ഷേ ന്യായവില വർദ്ധിപ്പിച്ചത് ന്യായവിലയ്ക്ക് അനുസരിച്ചാണ് നികുതിയുടെ വർധന. ന്യായവില കുറഞ്ഞിരിക്കുന്നെങ്കിൽ നികുതി കുറവ്, ന്യായവില വർദ്ധിച്ചിരിക്കുന്നെങ്കിൽ നികുതി വർദ്ധിപ്പിച്ചു കൂടുതൽ. ആ രീതിയിൽ വരുന്നത് കുറച്ച് സാധാരണക്കാരനെ ബാധിക്കാതെ ഇരിക്കും എന്ന് വേണം നമുക്ക് കരുതാനായിട്ട്. പിന്നെ അതുപോലെ തീരദേശത്തിന് കൊടുത്തിരിക്കുന്ന വികസനത്തിന് കൊടുത്തിരിക്കുന്ന പ്രാധാന്യം, മെട്രോ നഗരങ്ങൾ, അതുപോലെ വിഴിഞ്ഞം PPP മോഡിലേക്ക് പോകുമെന്ന് പറഞ്ഞു. അതാണ് വേറെ ഒരു വളരെ പ്രധാനപ്പെട്ട PPP മോഡ്. പിന്നെ നമ്മൾ പറഞ്ഞു, പിന്നെ ഹൈവേകൾക്കൊക്കെ വേണ്ടി പണം പിരിച്ചെടുക്കുമ്പോൾ, അതായത് മൂലധനം കടം വാങ്ങുമ്പോൾ അത് PPP മോഡിലേക്ക് പോകുന്നത് നല്ലതാണ്. അതുപോലെ തന്നെയാണ് വിഴിഞ്ഞം പദ്ധതി. ഈ കഴിഞ്ഞ വർഷം വിഴിഞ്ഞം പദ്ധതിയുടെ ആദ്യ ഭാഗം തീരുന്നതിന് മുൻപ് തന്നെ കേന്ദ്രം വിഴിഞ്ഞം മുതലുള്ള അപ്രോച്ച് റോഡ് പോലെയുള്ള ഒരുപാട് ചെലവുകൾക്ക് വേണ്ടി 5000 കോടിയിലധികം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടപ്പോൾ കേന്ദ്രം PPP മോഡിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അന്ന് ഗവൺമെന്റ് സമ്മതിച്ചില്ല. പക്ഷെ ഇവരുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ PPP മോഡിൽ വികസനം കൊണ്ടുവരുമെന്ന് അവർ പറഞ്ഞിട്ടുമുണ്ട്. ആ ഇലക്ഷൻ മാനിഫെസ്റ്റോയെയും പിന്നെ തരം താഴ്ത്തിക്കൊണ്ടാണ് കഴിഞ്ഞ വർഷം കേന്ദ്രം
PPP മോഡില് മൂലധനം മുടക്കാനായിട്ട് വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ പറഞ്ഞത്. അന്ന് സമ്മതിച്ചില്ല. പക്ഷെ ഇപ്പൊ ഈ ബജറ്റിൽ വീണ്ടും പറഞ്ഞിരിക്കുന്നു PPP മോഡിൽ ധനസ്വരൂപരണം നടത്തും, ചെലവുകൾക്ക് വേണ്ടി എന്ന് പറയുന്നു, മൂലധന ചെലവുകൾക്ക് വേണ്ടി എന്ന് പറയുന്നു. അങ്ങനെ നടത്തുന്നുവെങ്കിൽ അത് നല്ലത്. കാരണം വിഴിഞ്ഞം പദ്ധതി വന്നതിന്റെ ഗുണങ്ങൾ തിരുവനന്തപുരം ജില്ലയ്ക്കോ കേരളത്തിന് തന്നെയോ വലിയ കാര്യമായിട്ട് കിട്ടിയിട്ടില്ല. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലെ കുടിയൊഴിപ്പിക്കപ്പെട്ട കർഷക തൊഴിലാളികള്, അങ്ങനെയുള്ള ഒരുപാട് ജനവിഭാഗമുണ്ട്. അവർക്കാർക്കും പ്രയോജനം കിട്ടിയിട്ടില്ല. അപ്രോച്ച് റോഡൊക്കെ വന്ന് അത് ഒരു തിരുവനന്തപുരം ഒരു നല്ല ട്രേഡ് ഹബ്ബായിട്ട് ഒക്കെ മാറിക്കഴിഞ്ഞാല്, ട്രേഡ് ഹബ്ബായിട്ട് മാറുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അവിടെയും സ്റ്റാർട്ടപ്പുകളും മറ്റങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളർന്നു വരും. അപ്പൊ അങ്ങനെയൊക്കെ വളർച്ച വന്നാൽ മാത്രമേ ഇവിടെ വരുമാനം നഷ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും ഒരു വരുമാന മാർഗമാകുകയുള്ളൂ. ഈ വിഴിഞ്ഞം പ്രോജക്റ്റിന്റെ പൂർണ്ണ തോതിൽ പ്രവർത്തന സജ്ജമാകുകയുള്ളൂ പ്രോജക്റ്റ്. അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കിടക്കെ PPP മോഡിലേക്ക് മാറുന്നു എന്ന് പറയുന്നത് ആശ്വാസകരമാണ്. നെല്ല് വികസനത്തിന് അതായത് കാർഷിക മേഖലയ്ക്ക് വേണ്ടി 150 കോടിയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അത് വളരെ കുറവാണ്. അവരുടെ സങ്കടങ്ങൾ, കർഷകരുടെ സങ്കടങ്ങൾ അറിഞ്ഞാല് ആരും തന്നെ അതായത് അതുകൊണ്ടാണ് ഞാനൊക്കെ സാധാരണ പറയുന്ന ഒരു കാർഷിക ബജറ്റ് തന്നെ വേണമെന്ന്. എല്ലാ ബജറ്റുകൾ എടുത്താലും കാർഷിക മേഖലയെ തഴഞ്ഞിരിക്കും. അങ്ങനെയാണല്ലോ 1975 8,75,000 ഹെക്ടറിൽ നെല്ല് കൃഷി ചെയ്തിരുന്ന കേരളത്തിൽ ഇപ്പോ നെല്ല് കൃഷി 1,93,000 ഹെക്ടറിലേക്ക്, അതായത് ഒരു 2 ലക്ഷം ഹെക്ടറിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു എന്ന് പറയാം നമുക്ക്. ഉൽപാദനം 13 ലക്ഷം ടണ്ണിൽ നിന്ന് 5 ലക്ഷത്തിൽ താഴെ ടണ്ണിലേക്ക് കുറഞ്ഞിരിക്കുന്നു. അപ്പൊ അയൽ സംസ്ഥാനങ്ങളിൽ പെസ്റ്റിസൈഡ് അടിച്ച വിഷം കലർന്ന അരിയും സാധനങ്ങളും ഒക്കെയാണ് നമ്മൾ കൊണ്ടുവന്ന് കഴിക്കുന്നത്, നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അത് നമ്മുടെയും നമ്മുടെ കുട്ടികളുടെയും ആരോഗ്യവും ബുദ്ധിയുടെ ലെവലും എല്ലാം താഴ്ത്തി കളയുമെന്നുള്ളതിന് യാതൊരു സംശയമില്ലാത്ത കാര്യം. അപ്പം നമുക്കാവശ്യമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് നമുക്കാവശ്യമായ ഭക്ഷ്യപദാർത്ഥങ്ങൾ, ഭക്ഷ്യസാധനങ്ങൾ, ഭക്ഷ്യധാന്യങ്ങൾ, ഇപ്പോഴാണെങ്കിൽ ഭക്ഷ്യധാന്യങ്ങൾ എന്ന് പറയുമ്പോൾ അരി തന്നെ വേണമെന്നില്ല, അതിൻ്റെ കൂടെ ചെറുധാന്യങ്ങൾ, അതായത് മില്ലറ്റ്. ആ മില്ലറ്റിന് വളരെ പ്രാധാന്യം കൊടുക്കുകയാണ് യുണൈറ്റഡ് നേഷനൊക്കെ ഇപ്പോൾ. അത് ആരോഗ്യത്തെ നന്നായി പരിപോഷിപ്പിക്കും. മാത്രമല്ല 60+ പോപ്പുലേഷന് അത് പ്രായം കുറച്ചു കൊണ്ടുവരും വർദ്ധിപ്പിക്കുന്നതിന് പകരം. അങ്ങനെ ഒത്തിരി അഡ്വാൻറ്റേജസ് മില്ലറ്റിനുള്ളതായിട്ട്. അപ്പൊ ആ തരത്തിലൊക്കെയുള്ള ഒരു പ്രോത്സാഹനം, മില്ലറ്റിന്റെ കൾട്ടിവേഷൻ ഒരു പ്രോത്സാഹനം കൊടുക്കുക. എന്നിട്ട് ഈ പറയപ്പെട്ട ഉൽപ്പന്നങ്ങളൊക്കെ അതായത് ഈ സംസ്ഥാന സർക്കാർ ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾ ധനപ്രതിസന്ധിയൊക്കെ ഓവർകം ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, കഴിഞ്ഞ ഈ ഭരണകാലത്ത് ഈ ഗവൺമെന്റ്, രണ്ടാം പിണറായി ഗവൺമെന്റ് വന്നതിന് ശേഷം എപ്പോഴൊക്കെ കേന്ദ്രം MSP മിനിമം സപ്പോർട്ട് പ്രൈസ് അരിയുടെ വർദ്ധിപ്പിച്ചോ അപ്പോഴൊക്കെ കേരളത്തിന്റെ ഷെയർ അത്ര കണ്ട് വെട്ടിക്കുറച്ച് കർഷകരെ 28 രൂപയിൽ തന്നെ നിർത്തുകയാണ് ചെയ്തത്. സപ്പോർട്ട് പ്രൈസ് റൈസ് വർദ്ധിപ്പിച്ചിട്ടും ഇവർ വർദ്ധിപ്പിച്ചില്ല. അപ്പൊ ആ തരത്തിലൊക്കെ കർഷകരോട് ചെയ്യാതെ കർഷകരോട് കുറച്ചുകൂടി നീതി പുലർത്തണം എന്നുള്ളതാണ് എനിക്ക് ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. അവർക്ക് ഈ ഒരു സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റവുമായിട്ട് അവരെ ലിങ്ക് ചെയ്യണം. അതിപ്പോ ഈ ഇടനാഴി പറഞ്ഞ കൊച്ചി ബാംഗ്ലൂർ ഇടനാഴി വരുവാണെങ്കിൽ തീർച്ചയായിട്ടും പാലക്കാടിനത് വളരെ സഹായകമാണ്. പാലക്കാട് നമ്മുടെ നെല്ലറയാണ്, നമ്മുടെ ഹോർട്ടിക്രോപ്സിന്റെ അറയാണ്. അതുപോലെയുള്ള എല്ലാ പ്രദേശങ്ങളെയും, കുട്ടനാട് പോലെയുള്ള പ്രദേശങ്ങളെയും ഒക്കെ ലിങ്ക് ചെയ്യത്തക്ക രീതിയിലുള്ള പദ്ധതികൾ കൊണ്ടുവരണം. പക്ഷെ അങ്ങനെ ഒന്നും പ്രൊഡക്റ്റീവായിട്ടുള്ള രീതിയിൽ എങ്ങനെ ഇവിടുത്തെ പ്രൊഡക്ടിവിറ്റിയും ഉൽപാദനവും ഒക്കെ വർദ്ധിപ്പിച്ച് സാധാരണക്കാരന്റെ പോക്കറ്റിൽ പണം എത്തിക്കാം എന്ന രീതിയിൽ ഒരു ചിന്തയും ഈ ബജറ്റിൽ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ നികുതി നിർദ്ദേശങ്ങളിലേക്ക് ഞാൻ അധികം പോയില്ല. എങ്കിലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇപ്പൊ തൽക്കാലം നിർത്തുകയാണ്. ഈ ബജറ്റ് വലിയ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ബജറ്റ് അല്ല. ഇനി അതിനകത്ത് എത്രയാണ് GSDP, എത്രയാണ് കടം എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കണ്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും ഈ ബജറ്റിനെ പറ്റി ചർച്ച ചെയ്യാം. എന്തായാലും കിട്ടിയ ബജറ്റിനെ നമ്മൾ സ്വാഗതം ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് പഠിച്ച് അത് നാം തന്നെ മന്ത്രിസഭാ സമക്ഷം അല്ലെങ്കിൽ പൊതുജന സമക്ഷം അവതരിപ്പിക്കുക. അങ്ങനെ പൊതുജനങ്ങൾ എല്ലാവരും ഈ ബജറ്റിനെ പറ്റി നല്ല അറിവുള്ളവരായി മാറട്ടെ എന്ന് വേണം നമുക്ക് ആഗ്രഹിക്കാൻ.